ഇത് കണ്ടാൽ, ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ പ്രോബബിലിറ്റി ആണ് എന്നും തോന്നാൻ സാധ്യത ഉണ്ട്. കാരണം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ വേർഡ് ഇവിടെ ഉള്ളത് കൊണ്ട് ഇത് പ്രോബബിലിറ്റി ആണെന്ന് തോന്നും. പിന്നെ ഡിവൈഡഡ് ബൈ റിമൈൻഡർ എന്നൊക്കെ കാണുമ്പോൾ ഏതാണെന്ന് തോന്നാൻ സാധ്യത ഉണ്ട്, അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് തോന്നാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഇത് ഏതാണ് എന്നതിന്റെ ഞാനൊരു സിമ്പിൾ ആയിട്ടൊരു ഉത്തരം പറയുകയാണ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസും ആണ്, പ്രോബബിലിറ്റിയും മിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരെ നോക്കിയിരുന്നോളൂ. ഒരു 3 ഡിജിറ്റ് നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 വരണം. ഏതായിരിക്കും ഫസ്റ്റ് നമ്പർ? 3 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഏത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 100. സോ ഞാൻ ജസ്റ്റ് വെറുതെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അല്ല, 4 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്? 4 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്? 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ 25 ആയിരിക്കും ആൻസർ. റിമൈൻഡർ 0 ആണ് കിട്ടുന്നത്. റിമൈൻഡർ എത്ര വരണം? 3 ആണ് വരേണ്ടത്. അപ്പൊ ഇതല്ലാന്ന് മനസ്സിലായി. റിമൈൻഡർ 3 വരണമെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരണമെങ്കിൽ എത്ര നമ്പർ ആയിരിക്കും? 103. കാരണം ഇവിടെ 0 ആവുമ്പോൾ 100. സോ 101 വരൂല, 102 വരൂല. ഞാൻ അല്ലെങ്കിൽ അറിയാത്തവർ വെറുതെ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഏതാ വരിക? 103. ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഏതോ ഒരു 3 ഡിജിറ്റ് നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ 103നെ ഞാനിപ്പോ ഏതോട്ട് ഡിവൈഡ് ചെയ്യാണ്? 103 തന്നെയല്ലേ? അല്ലേ? അല്ലേ? ഏതോട്ട് ഡിവൈഡ് ചെയ്യണ്? 4. ഒന്ന് പറഞ്ഞ 2 into 4 8 23. എത്ര പറടാ? 5 into 4 20. നമ്മളോട് പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ടോ? ഇല്ലേ? റിമൈൻഡർ 3 കിട്ടിയിട്ടുണ്ടോ? സോ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാന്ന് നമുക്ക് കിട്ടി. ഏതാണ് ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ? 103. മനസ്സിലായോ? ഇനി അടുത്തത് ഏതാ നോക്കാം. നിങ്ങൾ ചെയ്ത് നോക്കണ്ട. എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതങ്ങനെ +4 ചെയ്താൽ മതി. അതായിരിക്കും അതിലെ കോമൺ ഡിഫറൻസ്. ട്രിക്ക് മനസ്സിലായോ? ഇനി അടുത്ത നിങ്ങൾ കണ്ടുപിടിക്കണ്ട, ഒറ്റന്ന് കണ്ടുപിടിച്ചാൽ മതി. ഒറ്റന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്തത് കിട്ടാന് എന്താ ആഡ് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ്. അടുത്ത ടൈം ഏതായിരിക്കും? 107. ഇനി അടുത്ത ടേം നിങ്ങൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? അടുത്ത ടേം ഒന്നും എഴുതണ്ട. ഇനി ലാസ്റ്റ് ടേം ഏതായിരിക്കും വരിക എന്നാണ്. ലാസ്റ്റ് ടേം ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? ഏറ്റവും അവസാനത്തെ 3 ഡിജിറ്റ് നമ്പർ ഏതാ? 99999. 3 9. ഇത് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. എങ്ങനെ ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാം? ഇതിനെ ഏതോട്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം? ഏതോട്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം? 4. വേഗം ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്. 9999 4 ഡിവൈഡ് ചെയ്ത് നോക്ക്. എത്ര കിട്ടുന്നത് നോക്ക്. റിമൈൻഡർ 3 വരുന്നുണ്ടോ നോക്ക്. 999999 എന്നതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടും നോക്ക്. 2 into 4 8. അല്ലെ? 90 എത്ര ഉണ്ട്? 4 into 4 16. 3 വരും. 39 എത്ര ഉണ്ട്? എത്ര? 9 അല്ലേ? 9 into 4 റിമൈൻഡർ 3 ഇട്ടുണ്ടോ? അതുകൊണ്ട് 9999 പറ്റും. ഇനി അഥവാ 999 പറ്റൂലെങ്കിൽ എന്താ ചെയ്യുക? അതിന്റെ നേരെ മുമ്പത്തെ എടുത്ത് നോക്കുക. മനസ്സിലായോ? സോ ഇങ്ങനത്തെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. ഇങ്ങനത്തെ എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കാനുള്ള ട്രിക്ക് എന്താ? എത്ര നമ്പേഴ്സ് ഇങ്ങനത്തെ ഉണ്ട് നോക്കാനുള്ള ട്രിക്ക് എന്താ? 103 to 107 അങ്ങനെ 999 വരെ എഴുതി നോക്കിയേ. അപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ എക്സാമിന് വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഇതിനൊരു ട്രിക്ക് ഉണ്ട്. എന്താണ് ഇക്വേഷൻ? ലാസ്റ്റ് ടേം പറഞ്ഞ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. എത്രയാണ് കോമൺ ഡിഫറൻസ്? +1 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. വേഗം ചെയ്ത് നോക്കുക. ലാസ്റ്റ് ടേമിനെ ഏതോട്ട് ഡിവൈഡ് ചെയ്യുക? ഫസ്റ്റ് ടേമോട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഏതോണ്ട് ലാസ്റ്റ് ടേമിനെ ഫസ്റ്റ് ടേമോട്ട് മൈനസ് ചെയ്യുക. എന്നിട്ട് ഏതോട്ട് ഡിവൈഡ് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് +1 ചെയ്താൽ മതി. ഒന്ന് ചെയ്ത് നോക്ക്. 896/4 എത്രയാണ്? 896/4 എത്രയാണ്? 224 അല്ലേ? 224 +1 എത്രയാണ് ആൻസർ? 225 എന്ന് കിട്ടും.
സോ നമ്മളോട് ചോദിച്ചത് ഇതൊന്നല്ല, ഇതിന്റെ പ്രോബബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടേ ഇല്ല. നമ്മളോട് ഇതിന്റെ എന്താ ചോദിച്ചത്? പ്രോബബിലിറ്റിയാണ് ചോദിച്ചത്. എങ്ങനെയാടാ പ്രോബബിലിറ്റി കാണുക? എന്താണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് അതാണ് മുകളിൽ എഴുതേണ്ടത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഇതാണ്, 3 ഡിജിറ്റ് നമ്പറിനെ 4 ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 കിട്ടുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? 225. ടോട്ടൽ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? 900. അറിയാത്തവർ ഇങ്ങനെ പഠിച്ചു വെക്കുക. ടോട്ടൽ എത്ര 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്? 90. ടോട്ടൽ എത്ര 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്? 90. എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്? 900. സോ ഈസി ആയിട്ട് എക്സാമിന് മാർക്ക് കിട്ടുന്നതാണ്. എന്താണോ വേണ്ടത് അതാണ് മുകളിൽ എഴുതേണ്ടത്. ടോട്ടൽ എന്താണോ അതാണ് താഴെ എഴുതേണ്ടത്. ഈ 900 എവിടുന്നാ കിട്ടിയത്? നമ്പർ ഓഫ് ടോട്ടൽ 3 ഡിജിറ്റ് നമ്പേഴ്സ്. എത്രയാണ് ടോട്ടൽ 3 ഡിജിറ്റ് നമ്പേഴ്സ്? 900. ഇത് അറിയാത്തവർ എന്താ ചെയ്യുക? ടോട്ടൽ എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട് എന്ന് അറിയാത്തവർ എന്താ ചെയ്യുക? കൗണ്ട് ചെയ്ത് നോക്കുക. 100, 101 അങ്ങനെ പോയിട്ട് 999 വരെ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുമ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ടാവും. ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യുക. ലാസ്റ്റ് ടേം പറടാ, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ എന്താ കോമൺ ഡിഫറൻസ് 1 വന്ന് 1 തന്നെ വരിക അല്ലെ. +1 എത്രയാണ്? 999 100 വർഷം എത്ര? 899 ബൈ 1 എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. +1 ആൻസർ എത്ര കിട്ടും? 900. ഇത് നിങ്ങൾ ചെയ്ത് നോക്കരുത് എക്സാമിന്. ഇത് പഠിച്ചങ്ങോട്ട് വെച്ചോളുണ്ട്. ടോട്ടൽ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? 900. ടോട്ടൽ എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? 90. ഇത് ക്ലിയർ ആണോ? സെറ്റ് ആണോ? ആണോ? യെസ്. വേഗം അടുത്ത ആൾക്കൊന്ന് പറഞ്ഞു കൊടുക്കും.